ഹലോ, ഉമ്മീസ് കുക്കിംഗ് ഡെൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമുക്കൊരു തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ കഴുകിയെടുത്തു. നമുക്കിത് കട്ട് ചെയ്യാം. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു തക്കാളി കൂട്ടാനാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ കട്ട് ചെയ്തു. നമുക്കിത് മാറ്റി വെക്കാം. നമുക്കിത് കുറച്ച് ഉള്ളി ഇതൊക്കെ ചതക്കാനുണ്ട്. നമുക്ക് ആദ്യം കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂണിലധികം ചെറിയ ജീരകം. ഇനി അത് ചതച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ കുരുമുളകും ജീരകവും ചതച്ചു. ഇനി നമുക്കൊരു 4 കൊച്ചുള്ളി ചതച്ച് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കണം, എന്നാലാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഇത് ചതച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെറുള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം നമ്മൾ ചതച്ചെടുത്തു. നമ്മൾ തക്കാളി ഒരു മൺപാത്രത്തിൽ ഇട്ടുകൊടുക്കാം. നമ്മളെ ചതച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിലും കൂടുതൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മുളക് പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട്. നമുക്ക് കുരുമുളക് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ടു. ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തു. നമുക്ക് അടച്ചു വെക്കാം. നമ്മൾ തക്കാളി കൂട്ടാനൊക്കെ നല്ല തിള വന്നിട്ടുണ്ട്. നമുക്ക് മേലെ തുറന്ന് നോക്കാം. അങ്ങനെ നല്ല ഇളക്കി കൊടുക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചെറിയ ജീരകവും കുരുമുളകും നമ്മൾ വെളുത്തുള്ളിയുടെയൊക്കെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടും. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്, എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കൊണ്ടും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടും ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുന്നുണ്ടും അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടനും ക്ലിക്ക് ചെയ്യുന്നുണ്ടും. എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നോക്കി നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. കുറച്ച് സമയം കൂടി ഇരിക്കട്ടെ. അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ തക്കാളി കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് തുറന്ന് നോക്കാം. നല്ല വേവായിട്ടുണ്ട്. വെള്ളമൊക്കെ കുറേ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടും ചോറിലേക്ക്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ തക്കാളി കൂട്ടാൻ റെഡി. നമുക്ക് അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി തക്കാളി കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കുക. ചോറിക്ക് നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും പറയണ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത രൂപവുമായിട്ട് കൊണ്ടുവരാം. താങ്ക് യു.